സുനിൽ, ഈ കാര്യത്തിൽ CPI-യോട് എന്താണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്? ഈ ഒരു അഭിപ്രായമാണോ CPI-ക്കുമുള്ളത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് നമ്മൾ അത് തന്നെയാണ്. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ CPM അവലോകനം ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഉയർത്തിക്കാണിച്ചുകൊണ്ടിരുന്നത് ജമാഅത്തെ ഇസ്ലാമി SDPI കൂട്ടുകെട്ട്, കോൺഗ്രസ് കൂട്ടുകെട്ട് എന്നതായിരുന്നു ഇതിന്റെ ഒരു പരാജയ കാരണങ്ങളിലൊന്നായി CPM പ്രധാനമായും അവലോകനം ചെയ്ത് അവതരിപ്പിച്ച ഒരു കാര്യം. കോൺഗ്രസ് നേതാവ് VT ബൽറാം എന്നോടൊപ്പം ടെലിഫോൺ ലൈനിൽ. VT ബൽറാം, CPIM-നെ സംബന്ധിച്ച് അവര് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, UDF ജയിച്ചാൽ അത് മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളുമായി കൂട്ടുചേർന്നുള്ള വിജയമായിരിക്കും, അല്ലെങ്കിൽ ഭരിക്കാൻ പോകുന്നത്, പ്രധാന സ്ഥാനങ്ങളിൽ വരാൻ പോകുന്നത് ഈ പറയുന്ന മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകളായിരിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ സ്ട്രാറ്റജി എന്ന് പറയുന്ന ആ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി അങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. നിലമ്പൂരിലോ പാലക്കാടോ അല്ലെങ്കിൽ ലോക്സഭയിലോ തദ്ദേശത്തിലോ ഒന്നും അത് വർക്ക് ചെയ്ത് കാണുന്നില്ല. എന്നാൽ അതിനുശേഷവും സെയിം സ്ട്രാറ്റജി, സെയിം മുദ്രാവാക്യം CPM പിന്നെയും കുറച്ചുകൂടി കടുപ്പിച്ച സ്വരത്തിൽ, ആഴത്തിൽ പ്രയോഗിക്കുകയാണ്. ആ കാര്യത്തിലുള്ള അവരുടെ കോൺഫിഡൻസ് എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് ചില പേരിട്ടുകൊണ്ട് പച്ചയായ വർഗീയ വിഭജനത്തിനും ധ്രുവീകരണത്തിനുമാണ് CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശ്രമിച്ചു വരുന്നത്. അതിപ്പോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ടതാണ്, അതിന് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും അവർ ആ സ്ട്രാറ്റജിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൽ ഇലക്ടറൽ ഡിവിഡൻഡ് ഉണ്ടാകുന്നില്ല അവർക്ക് എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടും അവർ വീണ്ടും ആ അജണ്ട മുറുകെ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ അല്ലെങ്കിൽ ചില ഗൂഢാലോചനകൾ അല്ലെങ്കിൽ ചില ആളുകളുമായിട്ടുള്ള ധാരണകൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടി വരികയാണ്. സംഘപരിവാറുമായിട്ട് ഇവർ ആശയപരമായി കൂട്ടുചേർന്നു. സംഘപരിവാറിന്റെ അജണ്ടകളുടെ കേരളത്തിലെ നടത്തിപ്പുകാരായി CPM മാറുന്നു എന്നുള്ള ഞങ്ങളുടെ വിമർശനത്തിന്റെ പശ്ചാത്തലം ഇത് തന്നെയാണ്. കാരണം സ്വയം നേട്ടമുണ്ടാവുന്നില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും എന്തിനാണ് CPM ഈ നിലയിലുള്ള ഒരു ധ്രുവീകരണ പ്രചരണത്തിന് വീണ്ടും തയ്യാറാകുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് CPM-ന്റെ പോലും താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, ഇവർക്ക് ഭരണ തുടർച്ച ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പോലും അത് ഉപകരിക്കില്ല എന്ന് അവർക്ക് ബോധ്യമായിട്ടും ആവർത്തിച്ച് ജനങ്ങൾ അവരെ അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടും അവർ ആ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇവർ സംഘപരിവാറിന്റെ അജണ്ടകളുടെ കേരളത്തിലെ നടത്തിപ്പുകാരായി മാറാൻ മടിയില്ലാത്തവരാണ്. ആ നിലയിലുള്ള ചില ധാരണകൾ CPM RSS-ഉമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവേണ്ടി വരികയാണ്. ഇവിടെ നോക്കി കെ ബാലനെ പോലുള്ള ഏറ്റവും മുതിർന്ന ഒരു നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ കൂടിയാണ്. പിണറായി വിജയന് ഏതൊരു കൊലയും ന്യായീകരണ തൊഴിലാളിയായിട്ടാണ് ശ്രീ കെ ബാലനെ പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലൂടെ വിലയിരുത്തുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ട് ഈ നിലയിലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഇത് CPM-ന്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടത്. ഒരു സെക്കൻഡ്, VT ബൽറാം, ഇപ്പോൾ ജേക്സി തോമസ് CPIM-ൽ നിന്നോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് വരാം. VT ബൽറാം.